എനിക്കിതേവരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള മുദ്ര പദ്ധതി അല്ലെ, അപ്പൊ പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തായിരുന്നു? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അല്ലെ. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു, മുദ്ര എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മുദ്ര എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി അടുത്ത് നോക്കിയേ, ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത്. സ്വയം പദ്ധതിയുടെ സവിശേഷത. ഓക്കെ, ആൻസർ വരുന്നത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇവിടെ നോക്കിയേ, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സ്വയം അതിന്റെ ഫുൾ ഫോം എന്താ? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ആണ് സ്വയം കേട്ടോ. സ്വയത്തിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ അതിലെന്താ പറഞ്ഞിട്ടുള്ള? പൗരന്മാർക്ക് അല്ലെ, യങ് ആസ്പയറിംഗ് മൈൻഡ്സ് അല്ല, അപ്പൊ പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷത. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് കയറാം. എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജനയിൽ പറയണെന്നുള്ളത് നോക്കാം. പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ആ സൂര്യോദയം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു കാര്യം മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അപ്പൊ സൂര്യോദയ യോജന എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇനി അടുത്ത് നോക്കാം, എന്താണ് ജൽജീവൻ മിഷൻ എന്നുള്ളത്. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ജൽജീവൻ മിഷൻ അല്ലെ. നല്ല ശുദ്ധജലം വീട്ടിലെത്തിക്കുക. ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എത്ര ലിറ്റർ ആണ്? 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. ജൽജീവൻ മിഷൻ സംസ്ഥാനത്തിൽ 1ാമത് എത്തിയിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ പങ്കാളിത്തത്തോടെ കേരള വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഗോവയാണ്. അത് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം നോക്കുകയാണെങ്കിൽ ദാദ്ര നഗർ ഹവേലിയും അതേപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ആണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. അതേസമയം ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ദാദ്ര നഗർ ഹവേലി അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു. ഇനി കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. ഓക്കെ, ഹോം ഷോപ്പ് അല്ലെ, വീട്ടിലേക്ക് ഷോപ്പിലത്തെ ഐറ്റംസ് ഒക്കെ എത്തിക്കുകയാണ്. അപ്പൊ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. അപ്പൊ മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതി ഏതാണ്? അടൽ വയോ അഭ്യുദയ യോജന. അടൽ വയോ അല്ല, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അടൽ വയോ അഭ്യുദയ യോജന. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? പ്രധാനമന്ത്രി സൂര്യോദയ യോജന പറഞ്ഞു. അപ്പൊ പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പിന്നെ നമ്മൾ പറഞ്ഞത് ജൽജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ? ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. അതേസമയം പൂർത്തിയാക്കിയുള്ള ആദ്യ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയു ആണ്.
കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് അല്ലെ, ഹോം ഷോപ്പ്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അമൃത്. അപ്പൊ എവിടെയാണ്? നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, നഗരപ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക കേട്ടോ. അപ്പൊ അമൃതിന്റെ ഫുൾ ഫോം എന്താ? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെ, ഏർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ് നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഓക്കെ, ഇനി അമൃത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് 2015 ജൂൺ 25-നാണ് കേട്ടോ. കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓക്കെ, കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ആണ് ഹിന്ദിയിൽ കേട്ടോ, ക്രോപ്പ്. അപ്പൊ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരത് നെറ്റ് ആണ്. ഓക്കെ, ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഭാരത് നെറ്റ് കേട്ടോ. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പേരുകളും ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഭാരത് നെറ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ്, അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. അപ്പൊ മിഷൻ വാത്സല്യ, ആ വാത്സല്യ എന്നുള്ള ടേം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും അല്ലെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലായി. കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. 1098 ഹെൽപ്പ് ലൈൻ നമ്പറിൽ മാറ്റമില്ല. അടിയന്തര ഘട്ടത്തിൽ പോലീസ് സഹായം ആവശ്യമെങ്കിൽ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കൈമാറും. രാജ്യത്തെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായിട്ടുള്ള ബാല്യം ഉറപ്പാക്കുകയാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം. അപ്പൊ മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം എന്താ? രാജ്യത്തെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായിട്ടുള്ള ബാല്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം. ഇനി അടുത്ത് നോക്കാം, എന്താണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി എന്നുള്ളത് നോക്കാം. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അപ്പൊ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി പ്രണാം പദ്ധതി കേട്ടോ, പ്രണാം പദ്ധതി. ഇനി PM പ്രണാം, അപ്പൊ അതിൽ പറയുന്ന ബാക്കി കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. അപ്പൊ അതിന്റെ ഫുൾ ഫോം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രണാമിന്റെ ഫുൾ ഫോം ആണ് പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ, അവയർനെസ്, നൗറിഷ്മെന്റ് ആൻഡ് അമെലിയോറേഷൻ ഓഫ് മദർ എർത്ത് എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. ഓക്കെ, ഇനി ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് നെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇനി രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് വിസിറ്റ് ഇന്ത്യ 2023. പേര് തന്നെ കിട്ടുമല്ലോ, വിസിറ്റ് ഇന്ത്യ, ഇന്ത്യ വിസിറ്റ് ചെയ്യുക അല്ലെ. അതായത് രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. G20 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഭാഗമായാണ് ഈ ഒരു പദ്ധതി കേട്ടോ. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് PM ഡിവൈൻ. ഓക്കെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായിട്ട് കേട്ടോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് PM ഡിവൈൻ എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. അമൃത് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതായത് നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അല്ലെ. അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അല്ലെ. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ്. അപ്പൊ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്
പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പിന്നെ നമ്മൾ പറഞ്ഞു ഭാരത് നെറ്റ് അല്ലെ. അപ്പൊ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് നെറ്റ്. പിന്നെ പറഞ്ഞത് മിഷൻ വാത്സല്യാണ്. വാത്സല്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. ഓക്കെ. പിന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി അല്ലെ. പ്രണാമിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെച്ചേക്ക. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു വിസിറ്റ് ഇന്ത്യ, അതായത് രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? PM ഡിവൈൻ എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി അടുത്ത് നമുക്ക് എന്താണ് MGNREGP എന്നുള്ളത് നോക്കാം. MGNREGP എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും അംഗം വൈദഗ്ധ്യമില്ലാത്ത ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതായത് വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും അംഗം എക്സ്പീരിയൻസ് ഇല്ലാത്തൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അവർക്ക് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അടുത്ത് നോക്കാം സർവശിക്ഷ അഭിയാൻ. ഓക്കെ. അപ്പൊ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ 86-ാം ഭേദഗതി SSAI പിന്തുണയ്ക്കുന്നു. ഇതാണ് SSAI എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവശിക്ഷ അഭിയാൻ. ഓക്കെ. സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും അതേപോലെ തന്നെ നിർബന്ധവുമായിട്ടുള്ള ഫ്രീയും കമ്പൽസറിയുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സർവശിക്ഷ അഭിയാൻ. സർവ്വ കുട്ടികൾക്കും കൊടുക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വയ്ക്കാം അല്ലെ. അടുത്ത് നോക്കാം അടൽ പെൻഷൻ യോജന. അപ്പൊ ആ പെൻഷൻ എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. നമുക്ക് നോക്കാം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിലാണ് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ. അതായത് ഇറ്റ് ഇസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് ഓൾഡ് ഏജ് സെക്യൂരിറ്റി. വയസ്സാം കാലത്തുള്ള ഒരു എന്താ പറയാ ഒരു സുരക്ഷ നമ്മൾ പറയില്ലേ. അപ്പൊ ഓൾഡ് ഏജിന്റെ സെക്യൂരിറ്റി ടു ദി അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഹു ആർ നോട്ട് കവേർഡ് അണ്ടർ എനി ഓഫ് ദി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഓക്കെ. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന. അടുത്ത് നോക്കാം എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 25 സെപ്റ്റംബർ 2014 ആണ്. അപ്പൊ ഈ ഒരു പദ്ധതിയിൽ പറയുന്നത് ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ. ദിസ് സ്കീം ഇസ് ഇന്റൻഡഡ് ടു ബൂസ്റ്റ് ദി ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് സെക്ടർ ആൻഡ് ഓൾസോ ഓഗ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ദി കൺട്രി. ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും കേട്ടോ. രാജ്യത്തേക്കുള്ള എല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ മേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ രാജ്യത്തേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. എനിക്കിതേ വരെ വിദേശ വസ്തുക്കളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് ഞാൻ. ഓക്കെ. അപ്പൊ ഇത്രയും പദ്ധതികളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. പലരുടെയും കമന്റ്സ് കണ്ടിട്ടാണ് നമ്മൾ വേഗം തന്നെ പദ്ധതികളുടെ ക്ലാസ് എടുത്തിട്ടുള്ളത് കേട്ടോ. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ഓൾ.